ഹായ് ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മോർണിംഗ് ടു നൈറ്റ് വരെ ഉണ്ട്. അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസിനൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. ഇത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കൽത്തപ്പമാണ് ഉണ്ടാക്കുന്നത്. നമ്മളുടെ കൽത്തപ്പം എന്താണെന്ന് പറയില്ല, നിങ്ങളുടെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ പിന്നെ കടുമ്പുണ്ട് ഇച്ചിരി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതാ പിന്നെ അങ്ങനെ വെച്ചതാണ്. പിന്നെ ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത്. പിന്നെ കൽത്തപ്പം മീൻകറി ആണെന്നുണ്ടായിരുന്നു. നല്ലൊരു കോമ്പിനേഷനായിരുന്നു. സോ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൽത്തപ്പത്തിൽ ഉപ്പൊക്കെ കറക്റ്റ് ഇട്ട് വെള്ളമൊക്കെ സെറ്റാക്കിയിട്ട് എന്താ പറയുന്ന ഓയിലൊക്കെ ഒഴിച്ച് നമ്മൾ കൽത്തപ്പ ചട്ടി ഇതാണ് നമ്മൾ മുന്നേ വേറൊരു കറുത്തൊരു എന്താ പറയുന്നത് ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കാനായിരുന്നു കേട്ടോ. മാത്രം ഇപ്പോൾ ഈലത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈലേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ. സോ പിന്നെ കൽത്തപ്പ ഉണ്ടാക്കുമ്പോൾ അടിയിൽ കുറച്ച് ചെറുങ്ങനെ ഉള്ളിയൊക്കെ മുറിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കണം, എന്നാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും കൽത്തപ്പം. അങ്ങനെ രാവിലെ കൽത്തപ്പവും മീൻകറി ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ പണിയിലേക്ക് പോകാൻ കേട്ടോ. പണി പിന്നെ കുറച്ച് പെയ്തിട്ട് എടുക്കലുള്ളൂ. അങ്ങനെ അടിക്കൽ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ലഞ്ച് പ്രിപ്പറേഷൻ ഉണ്ട്. ലഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞു. സോ ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് അങ്ങനത്തൊക്കെയാണ് ടേസ്റ്റ്. ബട്ട് സിമ്പിളായിട്ട് എന്താ പറയുന്നത് സാമ്പാറും അതുപോലെ തന്നെ മുട്ട പൊരിച്ചതൊക്കെയാണ് കേട്ടോ ഇന്ന് ലഞ്ചിന് പ്രിപ്പയർഡ് ആക്കിയിട്ടുള്ളത്. സോ അങ്ങനെ നമ്മൾ ഫുൾ സെറ്റായിട്ട് അങ്ങനെ ഞാൻ അവൾ പറഞ്ഞ് പ്ലേറ്റിൽ നിന്നാൽ ചോറ് വിളമ്പെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഓളിച്ച് പ്ലേറ്റ് കൊടുത്തിട്ട് അപ്പുറത്തേക്ക് തന്നെ പോയി. ഞാൻ പറഞ്ഞതിൽ പറഞ്ഞിട്ട് ഞാൻ സോ അങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞ് പ്ലേറ്റിലേക്ക് ചോറിടാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഓൾ എന്താക്കിയെന്ന് വെച്ചാൽ പ്ലേറ്റും കൊണ്ട് അപ്പുറത്തേക്ക് പോയി. എന്നിട്ട് ഞാൻ തന്നെ എന്താക്കി ചോറ് വിളമ്പി. പറഞ്ഞാൽ ശരിയായില്ല എന്ന് മനസ്സിലായി. എല്ലാം ഉൾട്ട ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ ചോറ് നല്ല ചൂട് ചോറുണ്ടായിട്ടാണ്. സോ അങ്ങനെ നമ്മൾ ചോറൊക്കെ വിളമ്പാണ്. നമ്മൾ ഉച്ചയ്ക്ക് അങ്ങനെ ടൈമിനൊന്നും ഫുഡ് കഴിക്കാറില്ല കേട്ടോ. ഇങ്ങനെ എന്താ പറയുന്നത് രാവിലെ അങ്ങനെ ടൈമിങ്ങിനൊന്നും കഴിക്കാറില്ല. ചിലപ്പോൾ ഫുള്ള് ടൈമിങ്ങിന് തന്നെ കഴിക്കാറുണ്ടാവും. സോ പിന്നെ എന്ന് വെച്ചാൽ ബാങ്ക് കൊടുക്കുന്നതിന് ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് മുന്നേ കഴിക്കും. പിന്നെ കുളിക്കാൻ നിസ്കരിക്കാൻ അങ്ങനെയൊക്കെ ആവുമല്ലോ. അങ്ങനെ ഇപ്പോൾ ഇതാ ചോറൊക്കെ വിളമ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും സമയത്ത് തന്നെ ഫുഡൊക്കെ കഴിക്കലുണ്ടോയെന്നൊക്കെ കമൻ്റ് ആക്ക്, എല്ലാവരും പറയട്ടാ. പിന്നെ നമ്മളിതാ അങ്ങനെ സാലഡ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് സാലഡ് എന്ന് പറയുന്നത്. എല്ലാത്തിനൊക്കെ ഒത്തു പോകുന്നതാണ് നമുക്ക്. അങ്ങനെ ഇത് നമ്മൾ എന്താ പറയുന്നത് നല്ല ചൂട് ചോറും സാമ്പാറും അതുപോലെ തന്നെ അച്ചാറും പപ്പടം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പീടികയിൽ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ പിന്നെ നോക്കുമ്പോൾ അത് എവിടെയും കാണുന്നില്ല. അങ്ങനെ വിചാരിച്ചത് അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഇത്ര തട്ടിക്കൂട്ട് മതി എന്ന് വിചാരിച്ച് ഇങ്ങനെ ആക്കിയെടുത്തു. പിന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. സോ പിന്നെ നമ്മൾ വിളമ്പിയിട്ട് നമ്മൾ രണ്ടുപേർ കഴിക്കുകയാണ്. ഉമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉമ്മ മാമാൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഉണ്ടായിരുന്നല്ലോ, അതാണ് നമ്മൾ രണ്ടാൾ മാത്രം കഴിക്കുന്നത്. സോ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റിന് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ കഴിക്കാറുണ്ടോ എന്നൊക്കെ കമൻ്റ് ആക്ക്. നമ്മൾ ഇവിടെ അങ്ങനെ സമനിഷ്ഠയൊന്നുമില്ല കേട്ടോ. അങ്ങനെ തോന്നുമ്പോൾ കഴിക്കും. പിന്നെ നമ്മളെല്ലാവരും ചില ടൈം ഒരു ദിവസം ചില ടൈമൊക്കെ ഒത്തിട്ട് ഒന്നകന്നിരുന്നിട്ട് കഴിക്കും. ചില ടൈം എല്ലാവരും തോന്നുമ്പോൾ വിശക്കുമ്പോൾ കഴിക്കും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇതാ നല്ല മുട്ട പൊരിച്ചതും സാമ്പാറും സാലഡും ചോറൊക്കെ കൂട്ടി അച്ചാറുണ്ട് കേട്ടോ കഴിക്കുകയാണ്. നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഇങ്ങനെ ഉച്ചക്ക്. സോ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ച് അവിടെ ഇങ്ങനെ എന്താ പറയുന്നത് ഓരോരോ മുക്കിലും മൂലയിലുണ്ടാവും കേട്ടോ ഓരോരാൾ ഫോൺ നോക്കും. പിന്നെ നിസ്കാരം പുള്ളിയൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഫുള്ളും എന്താ പറയുന്നത് ടൈം പോകുന്ന അറിയില്ല.
പിന്നെ അങ്ങനെ രാത്രിയായപ്പോൾ നൈറ്റായപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചൊന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു. ലഞ്ചിന് ഇന്ന് സിമ്പിളായിട്ടാണല്ലോ ഉണ്ടായത്. അപ്പം വിചാരിച്ച് പുറത്ത് പോയിട്ട് ഇന്ന് ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ ഇപ്പോൾ ഇത് രാത്രി ഏകദേശം എനിക്കൊന്നൊരു 10-10:15 ആയിട്ടാകുമ്പോൾ 10 മണിയൊക്കെ ആയിട്ടാകുമ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന റഹ്മാനിയിലാണ് കേട്ടോ. അവിടെ നല്ല മന്തി കിട്ടും, സ്പെഷ്യലായിട്ടുള്ള എന്താ പറയുന്നത് പൊള്ളിച്ച മന്തി എന്നിട്ടാണ് നമ്മൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ എന്നെ കാണിക്കുകയാണ്, ഇരുട്ടായിട്ട് കാണുന്നില്ല. സോ അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ എല്ലാവരും പോവുകയാണ് കേട്ടോ. പിന്നെ ഫാമിലി ആയിട്ടാണെങ്കിൽ ഫ്രണ്ട്സായിട്ടാണെങ്കിൽ രാത്രി പോകുമ്പോൾ വരെ തന്നെ വൈബാണ്. സോ ഫ്രണ്ട്സായിട്ട് അങ്ങനെ പോകലില്ല സാധാരണയായിട്ടും, രാത്രിയിലൊന്നും ഫാമിലി ആയിട്ട് എന്നാൽ അധികം പോകല്. സോ അങ്ങനെ നമ്മൾ റഹ്മാനിലേക്ക് എത്തി. അവിടെ നിന്ന് കുറച്ച് സമയം ഇരുന്നിട്ട് ഓർഡർ ചെയ്തിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ, നല്ല ഫ്രഷോടെയാണ് ഇവർ ഉണ്ടാക്കി തരുന്നത്. അങ്ങനെ നമ്മൾ മന്തിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും നല്ല വിശന്നിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ കഴിക്കുകയാണ്. ആ ഒരു എന്താ പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്താ പറയുന്നത് ആ ഒരു പൊള്ളിച്ച ചിക്കൻ ഉണ്ടല്ലോ, വളരെ ടേസ്റ്റി. നിങ്ങളെല്ലാവരും ചിലവരൊക്കെ തിന്നിട്ടുണ്ടാവും, അല്ല മന്തി കഴിക്കാത്തതായിട്ട് ആരും ഉണ്ടായില്ല, ബട്ട് പൊള്ളിച്ചതൊക്കെ കഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ ചില ആൾ. സോ അങ്ങനെ പറഞ്ഞതാണ്. നല്ല അടിപൊളിയായിന് കേട്ടോ അടുത്ത മന്തിയും അതുപോലെ തന്നെ മയണൈസും. പിന്നെ ഞാൻ തക്കാളി സോസിൽ അടുത്ത ഒരു ടൊമാറ്റോ ചട്നി, അത് ഫസ്റ്റൊന്നും ഞാൻ അങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അത് ട്രൈ ചെയ്തപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ സാലഡൊക്കെ തരുമോ പറഞ്ഞ്, സാലഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് കട്ടാക്കിയിട്ട് തരുന്നതാണ് കേട്ടോ അതിലേക്ക്. അങ്ങനെ ഇപ്പോൾ നമ്മൾ മന്തി എല്ലാവരും കൂടി കഴിക്കുകയാണ്. പിന്നെ നമ്മൾ മന്തിയൊക്കെ കഴിച്ചിട്ട് എന്താ പറയുന്നത് വീട്ടിൽ തിരിച്ചു പോവാണ് കേട്ടോ ചെയ്തത്. ഫുഡ് കഴിക്കാനായിട്ട് വന്നതായിരുന്നു കേട്ടോ ടൗണിലേക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവർക്കും ബൈ.